കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ മാമ്പഴം ഉണ്ടാകുന്നതിൻ്റെ മുക്കാൽ ഭാഗവും നമുക്ക് കിട്ടാറില്ല. കാരണം അത് വവ്വാലും അണ്ണാനും എല്ലാം വന്ന് മുഴുവൻ തിന്നുകൊണ്ട് പോവുകയായിരുന്നു പതിവ്. എന്നാൽ ഈ തവണ നമ്മൾ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ നമ്മൾ നേരത്തെ തന്നെ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു കേടും ഇല്ലാതെ ഇത്രയും നല്ല രുചിയുള്ള മാമ്പഴം കിട്ടാനായിട്ട് സാധിച്ചത്. മാവിൽ പൂവിട്ടപ്പോൾ തന്നെ ഞാൻ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേടില്ലാത്ത, അതോടൊപ്പം തന്നെ ഒരു രീതിയിൽ നമുക്ക് ഒരു സാധനം കടിക്കാത്ത നല്ല മാമ്പഴം കിട്ടാൻ പറ്റും. നമസ്കാരം. ഭക്ഷണം വിളയുന്ന കാട് എന്ന ആശയത്തോടെ ഞാൻ 100-ലധികം ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മാമ്പഴമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായ മാമ്പഴമാണ്. നിറയെ മാമ്പഴമുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഇതുപോലെ മാമ്പഴം കിട്ടുകയില്ലായിരുന്നു. പ്രധാന കാരണം വവ്വാൽ ശൈലിയായിരുന്നു. ഒരുപാട് വവ്വാൽ വന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മാമ്പഴം മുഴുവൻ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്തവണ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഹോമിയോ മെഡിസിൻ ഞാൻ എൻ്റെ മാവിൽ ചോട്ടിലെല്ലാം ഇതാണ് മാവ്. ഈ മാവിൻ്റെ ഇവിടെ എല്ലാം ഞാൻ തേച്ച് കൊടുത്തു. അതുപോലെ തന്നെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു നമ്മൾ പൂത്തിരുന്ന സമയത്ത്. പക്ഷേ ഈ വർഷം എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പഴം ഒന്നും തന്നെ പോകാതെ ഞങ്ങൾക്ക് മുഴുവൻ മാമ്പഴവും കിട്ടി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ മാമ്പഴമാണിത്. ഇത് നാടൻ മാങ്ങയാണ്. മൈലാപ്പ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ മാമ്പഴം. മൈലാപ്പ് മാങ്ങ. ഇതാണ് മാമ്പഴം. നല്ല മധുര, പുളിയൊന്നും ഇല്ലാത്ത നല്ല മാമ്പഴം. വീണ്ടും ഒരു മാമ്പഴക്കാലം വരവായി. രാവിലെ എഴുന്നേറ്റ് മാങ്ങാപ്പഴം തപ്പിപ്പെറുക്കുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മൈലാപ്പ് എന്നുള്ള ഇനം മാമ്പഴമാണ്. നമുക്കിവിടെ മൂവാണ്ടൻ ധാരാളമുണ്ട്. അതുപോലെ കോമാങ്ങ ഉണ്ട്. ഇത് മൈലാപ്പാണ്. ഇന്ന് കിട്ടിയ ഒരു ബക്കറ്റ് മാമ്പഴമാണിത്. ഈ മാമ്പഴത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇങ്ങനെ നല്ല ഒരു ഫ്ലഷി ആയിട്ടുള്ള, ഇങ്ങനെ പുറംതൊലിക്ക് ഇച്ചിരി കട്ടിയുണ്ട്. പക്ഷേ നമുക്കിത് ജ്യൂസ് അടിക്കാനും അതുപോലെ തിന്നാനും എല്ലാം വളരെ നല്ല ഒരു ഇനം മാമ്പഴമാണ്. സീസൺ സമയത്ത് കിട്ടുന്ന ഇതേപോലെയുള്ള പഴുത്ത മാങ്ങകൾ നമുക്ക് പല രീതിയിൽ പ്രിസർവ് ചെയ്ത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ജെല്ലി, ജാം, സിറപ്പ്, അങ്ങനെ തെര ഉണ്ടാക്കാം. പക്ഷേ തെര ഉണ്ടാക്കണമെങ്കിൽ നല്ല വെയിൽ വേണം. പക്ഷേ ഇപ്പോൾ നമുക്ക് വെയിൽ നല്ല രീതിയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറേ സിറപ്പ് ഉണ്ടാക്കി വയ്ക്കാൻ പോവുകയാണ്. Grab a brush and feel the rush. So color
ഇതാണ് നമുക്ക് കിട്ടിയ മാംഗോയുടെ പൾപ്പ്. നമ്മൾ മിക്സിയിൽ അരിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നല്ല ഇതായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പഞ്ചസാര വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആറ്റിയെടുക്കുന്ന സിറപ്പാണ്. അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് തണുക്കണം. നല്ല രീതിയിൽ തണുത്ത് കഴിയുമ്പം ഈ സിറപ്പിനകത്തേക്ക് ഒഴിച്ച് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമെന്നു നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജ്യൂസാക്കി കുടിക്കാം. ഇതാണ് മാംഗോ ജ്യൂസ്. നമ്മൾ ഇപ്പോൾ കുറേയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും, കുട്ടികൾക്കാണെങ്കിൽ ഐസ് ഫ്രൂട്ട് പോലെ ഉണ്ടാക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് പുഡിങ് ഉണ്ടാക്കാം, ഷേക്ക് ഉണ്ടാക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇതുപോലെ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കേടുവരില്ല. കാരണം ഈ പഞ്ചസാരയാണ് ഇതിലെ പ്രിസർവേറ്റീവ്. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഇത്രയും പൾപ്പ് കളക്ട് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റിയതും എല്ലാം ഈ തവണ ഞാൻ ഹോമിയോ അഗ്രോ കെയർ, അതായത് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഇത് ഉപയോഗിച്ചുകൊണ്ടത് മാത്രമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും വവ്വാൽ വഴി ഒരൊറ്റ മാമ്പഴം പോലും കിട്ടൂല. ഏത് പ്ലാന്റ്സിലെയും വവ്വാലിൻ്റെ ശല്യം മാറ്റാനും അതുപോലെ തന്നെ ഇതുപോലെ അണ്ണാൻ അവയെല്ലാം വന്ന് നമ്മുടെ സാധനങ്ങൾ, ഫ്രൂട്ട്സ് എല്ലാം തിന്നുകൊണ്ട് പോകുന്നു. ഇതിന് നിങ്ങളും ഉപയോഗിക്കൂ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ.